ഹായ് ഡിയേഴ്സ്, നമുക്ക് റമദാൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടുത്ത റെസിപ്പി കണ്ടാലോ. ചിക്കൻ ഡൈനമൈറ്റ് പോക്കറ്റ്സ്. നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കിയിട്ടില്ലേ, അതുപോലെ തന്നെയാണ് പോക്കറ്റ്സിനുള്ളിൽ ഷവർമയ്ക്ക് പകരം നമ്മുടെ ചിക്കൻ ഡൈനമൈറ്റാണ് ഫില്ല് ചെയ്യുന്നത് മാത്രം. എന്നും ഒരുപോലെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വെറൈറ്റി, അത്രയേ ഉള്ളൂ. കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ബ്രെഡ് ഒരുമിച്ച് വെച്ച് നമ്മുടെ ലിഡ് കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നല്ല ക്ലോസ്ഡ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ബ്രെഡ് കൊണ്ട് ഞാൻ ഇവിടെ ബ്രെഡ് ക്രംസും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡുകളെല്ലാം ഒന്ന് മുട്ടയുടെ മിക്സിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെയെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് തന്നെ തിരിച്ചു മറിച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത്ര പരിപാടിയേ ഉള്ളൂ. ഇനി നമുക്ക് ചിക്കൻ ഡൈനമൈറ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. ഒരു മുട്ട, കുറച്ച് കോൺഫ്ലവർ, സോയാ സോസ്, ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡൈനമൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ മയോണൈസും 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡൈനമൈറ്റ് സോസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഇത് നോമ്പ് തുറക്കാനുള്ള സമയത്ത് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ പണി കഴിയും, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ അതിന് വേണ്ടി ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ഇത് അതുപോലെ ബ്രെഡ് പോക്കറ്റ്സ് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സോസ് വെച്ച് കൊടുക്കുക. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു മല്ലിയിലയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡൈനമൈറ്റ് ചിക്കൻ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മുടെ ഡൈനമൈറ്റ് സോസ് വെച്ച് കൊടുക്കുക. ഇത്ര പരിപാടിയേ ഉള്ളൂ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയില്ലേ.